ഹലോ ബ്രോ ഹലോ. ഇതേതാ ഗ്യാങ്? ആ Z13 Z13. സുഖമല്ലേ? സുരേഷിനെ കണ്ടില്ല. സുരേഷൻ വന്നോ? സുരേഷൻ നിങ്ങളുടെ മറ്റേ സെർജിയോ സെർജിയോ സെർജിയോ. അയ്യോ നമ്മളെങ്ങനെ അവനെ അങ്ങനെ പല പേരുകളും വിളിക്കുക. അകത്തളത്തിൽ അവന് പല പേരുകളും ഉണ്ട്. സുരേഷ് എഴുതും, രമേശ് എഴുതും. പഴം ഇഷ്ടമാണ്, പഴം ഇഷ്ടമാണ്. അതെന്താ നേരത്തെ പറയാൻ? നമുക്കെന്തിനാ ബ്രോ പഴം? ഉച്ചക്ക് ഞാൻ വലിയ പഴം അവന്റെ വായിൽ വെച്ചു കൊടുത്തോ. അത് കൊള്ളാം, നല്ല പഴുത്ത പഴം. കൂടുതൽ ശരി അവനെ കൊടുത്തു. അവൻ അപ്പത്തിന് പോവുകയും ചെയ്തു. നല്ല ടേസ്റ്റ്. ഹലോ ബ്രോ ഹലോ. എന്താ ബ്രോ പഴത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടാ? കമ്പ കമ്പ പഴം എന്ന് പറഞ്ഞ പഴം ഒരു ഫ്രൂട്ട് അല്ലേ ബ്രോ? അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ബ്രോക്ക് പഴം ഇഷ്ടാ? എനിക്ക് ഇടക്കൈക്കോളൂ, എപ്പോഴും കഴിക്കില്ല. ഇഷ്ടമല്ല. മനസ്സിലായി ബ്രോ, മനസ്സിലായി. സിറ്റുവേഷൻ മനസ്സിലായി. എവിടെ എടാ നിങ്ങളുടെ ഗ്യാങ് ഹൗസ് കാട്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഏത് ഭാഗത്തായിട്ട് നിങ്ങളുടെ കണ്ടില്ല ഗ്യാങ് ഹൗസ് വന്നിട്ട്? നമ്മുടെ കാട്ടിലല്ല. കാട്ടിലല്ല. അല്ല ഞാൻ ഇവിടെ സിറ്റി അറിയാം. നിങ്ങൾ വെറൈറ്റി കൺസെപ്റ്റിലെ ഗ്യാങ് ഹൗസ് പണിത് മറ്റേ ട്രീ ഹൗസ് എന്ത് സെറ്റപ്പ് ഒക്കെയാന്ന് പറയുന്നിട്ട്. നമ്മുടെ കാട്ടിലൊന്നല്ല. കാട്ടിലല്ലേ? ഗ്യാങ് ഹൗസ് ആണ്. എവിടാണ് പിന്നെ എവിടെയാണ് നിങ്ങളുടെ ഗ്യാങ് ഹൗസ്? നമ്മുടെ ഹൗസ് 6067. 6067 ചൂടെ. ഇത് നമ്മളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ വള്ളി തൂങ്ങിയ ജീവിക്കുന്നത്. കാറൊന്നുമില്ല. നിങ്ങൾ ഓരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ വള്ളി തൂങ്ങി നടക്കുന്നതൊക്കെയാണ് നമ്മൾ കേട്ടത്. നല്ല കിടിലം പോലെ ഒരു 5-6 വീടുകളുണ്ട്. വാടക അതോ മറ്റേ ഒഫീഷ്യൽ ഗ്യാങ് ഹൗസാ? വാടകയാണ് ഇപ്പൊ നമ്മുടെ ഒഫീഷ്യൽ പണി. വാടകയായിരുന്നോ? വാടകയായിരുന്നോ? റെന്റൊക്കെ എത്ര? വാടക എന്ന് പറഞ്ഞാൽ തൽക്കാലത്തെ വീട്. ഓ തൽക്കാലം. അതാണ് നമ്മുടെ വാടക വീട് എന്ന് പറയുന്നത്. അതന്നെ. എടാ ഇപ്പം ഇതൊക്കെ ഫ്രീ ആയി തുടങ്ങിയടാ. കാലഘട്ടം മാറി. പണ്ട് മറ്റേ ഒഫീഷ്യൽ ഗ്യാങ് ഹൗസാ? വാടകയാണ് ഇപ്പൊ നമ്മുടെ ഒഫീഷ്യൽ പണി. വാടകയായിരുന്നോ? വാടകയായിരുന്നോ? റെന്റൊക്കെ എത്ര? വാടക എന്ന് പറഞ്ഞാൽ തൽക്കാലത്തെ വീട്. ഓ തൽക്കാലം. അതാണ് നമ്മുടെ വാടക വീട് എന്ന് പറയുന്നത്. അതന്നെ. എടാ ഇപ്പം ഇതൊക്കെ ഫ്രീ ആയി തുടങ്ങിയടാ. കാലഘട്ടം മാറി. പണ്ടായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറി കാണുന്ന കാലഘട്ടം. ഇപ്പൊ ഫ്രീ ആയിട്ട് തുടങ്ങി കയറി കാണുന്നതൊക്കെ. അത് സീനില്ലാത്ത കാര്യമാടാ. പിന്നെ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ മറ്റേ മനസ്സിലായി ടിക്കറ്റ് ഒക്കെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാ ചൂടെ നമ്മള് ടൂറിനെ കൊണ്ടുപോകത്തില്ലേ? അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഇപ്പൊ അതില്ല. ഇപ്പൊ ഫ്രീ ആക്കിയടാ. ഇപ്പം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് സ്പീഷീസ് ഒക്കെ കുറവല്ലായിരുന്നു. ഇപ്പം അങ്ങനല്ലല്ലോ, കൂടിയില്ലേ? നിങ്ങളിത് ആരുമാണ്? അല്ല നമ്മള് വേറെ ടോപ്പിക്. നിങ്ങളെന്താ പെട്ടത് ബ്രോ? എന്ത് വിചാരിച്ചേ? ചോദിച്ചാണ് നമ്മളായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം പറയണേ. അയ്യോ അല്ല നിങ്ങളായിട്ട് ബന്ധം ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ പറയുന്നുണ്ടോ? അത് കേട്ടപ്പോ ചോദിച്ചെന്നുള്ളൂ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? എന്താ Z13 എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? ഡ്രേക്കിന് സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഡ്രേക്ക് സുഖമായിട്ടിരിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം കൈ വെക്കേണ്ടായിരുന്നു. പിന്നെ വിട്ടതാ. എന്റെ അവതാരത്തിൽ അവൻ ജീവിക്കുന്ന. അത് അവനോട് ഇടക്കിടക്ക് പറഞ്ഞേരെ. എന്റെ അവതാരത്തിലല്ലടാ അവൻ ജീവിക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയവരല്ലേ അവൻ. അവനോട് ഇടയ്ക്ക് അത് ജട്ടി പൊക്കി ഓടി. എന്നെ തല്ലി ഇതൊക്കെ പറഞ്ഞു ഓട്ടാതെ. മറ്റേ പണ്ട് എനിക്ക് ആ ഓട്ടം കിടക്കുമ്പോ പണ്ട് സെർജിയെ കോണാനും പൊക്കി മറ്റേ മുതുക്കി ഓടിയൊരു സീൻ ഓർമ്മയുണ്ടായിരുന്നോ? അതേ സെയിം സിറ്റുവേഷൻ. എന്റെ പൊന്നെ പഴയ കാര്യങ്ങൾ പറഞ്ഞേ ബ്രോ. ഇങ്ങനെ ഓർത്താ തമാശ കളകളായിരുന്നു അന്നൊക്കെ. എന്ത് തമാശയൊക്കെ ആയിരുന്നല്ലേ? ഇത് പുതിയ മെമ്പറാ Z13? പഴയ മെമ്പറാണ്. റൊസാരിയോ. എന്താ ബ്രോ? റൊസാരിയോ റൊസാരിയോ റോഡ്രിഗസ്.
ഒസാറിയ റോഡ്രിഗസ്. ഓക്കെ. കൊരങ്ങനെ സ്റ്റൈല് പേരാ. ബ്രോയുടെ പേരെന്ത്? എന്റെ പേര് കഴിവില്ല ഡെർജിയോ. അല്ലല്ല, എന്റെ മുമ്പിൽ നിൽക്കണ ബ്രോയുടെ പേര്. ബ്രോ എന്റെ പേര് കണ്ണാപ്പി. ബ്രോ എന്റെ പേര് കണ്ണാപ്പി. ഒരു മണിക്കൂർ സംസാരിച്ചു നീ ഇപ്പൊ കേട്ടില്ലേ? ഫുൾ നെയിം ഫുൾ നെയിം ബ്രോ ജർമ്മൻ കണ്ണാപ്പി. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ബ്രോ എന്താ? പ്രശ്നമുണ്ടോ? അല്ല, ഇതില് പേരിനെന്തെങ്കിലും അല്ല ബ്രോ, പേരിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രോ? മാറ്റണോ? എന്താ ബ്രോ? പേരിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാറ്റണോ? ഇല്ല ബ്രോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ. നല്ല പേര്, നല്ല പേര്. ആ അല്ലെ പറഞ്ഞ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ബ്രോ. നമുക്ക് മാറ്റാം ബ്രോ. കാരണം എന്താ വെച്ചല്ലേ, ഈ പണ്ട് ജാമ്പുവിന്റെ അടുത്ത് സുരേഷ് രമേശിനെ കട്ടിയൊക്കെ ഇത് കൊള്ളാം. അല്ല ബ്രോ, നമ്മള് പറഞ്ഞ ബ്രോക്ക് എന്തേലും ഫുൾ നെയിം ഒക്കെ അറിഞ്ഞോണ്ട് ചോദിച്ചാണ് ബ്രോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബ്രോ? അതല്ലേ ബ്രോ, ഇപ്പൊ നമ്മൾ സംസാരിക്കാനല്ലേ. അല്ല നമ്മൾ ഈ സുരേഷ് രമേശിനെ കട്ടി എന്തൊക്കെ പറഞ്ഞാലും നല്ല പേരാണ് ബ്രോ ഇട്ടത്. സുമേഷ് രമേശ് ആണ്, മനസ്സിലായില്ല. അല്ല പറഞ്ഞേ ബ്രോ, പറഞ്ഞതാണ്. സുമേഷ് ആരാണ്? പറഞ്ഞാണ് ബ്രോ. സുമേഷ് രമേശ് എന്നൊക്കെ ഭയങ്കര കോമൺ നെയിം പറഞ്ഞതാണ്. നമ്മുടെ ഈ നമുക്ക് ബന്ധമില്ലാത്ത ആൾക്കാരായിട്ട് പറയുമ്പോ ഭയങ്കര നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് എന്താണ് ബ്രോ? മനസ്സിലാവല്ല, നിങ്ങളെന്തോ പറയാനല്ല. നമ്മൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവല്ല. പണ്ടത്തെ കാരണവന്മാര് പറയാനും കൊരന്മാർക്ക് ബുദ്ധി കുറവെന്ന് പറയാനും. കൊരങ്ങന്മാരായിട്ട് എന്താണ് പ്രശ്നം? ഭയങ്കര ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നു നിങ്ങള് കൊരങ്ങനെ. ബ്രോ ഈ നമ്മളെല്ലാരും കൂടെ ട്രിപ്പ് പോയിരുന്നു തായ്ലാൻഡ്. അപ്പൊ ഒരു കൊരക്കം വന്ന് നമ്മളെ പിടിക്കേക്ക് പിടിച്ചു, മനസ്സിലായി? ഒരു ഒറാക്കുട്ടൻ ഞാൻ നിന്ന് ഒരു ഊഞ്ഞാലില് ആ പിടിച്ചായിരുന്നു. കണ്ടവന്റെ ചെറുപഴുത്ത് കയറി പിടിക്കുന്ന ഒരു ഒറാക്കുട്ടൻ ഉണ്ടായിരുന്നു. അവൻ കൊതിയനായിരുന്നു ബ്രോ, കൊതിയനാ. ഒന്ന് ആലോചിച്ച ബ്രോ, ചെന്ന് നമ്മള് എന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോ പോലും ഇരിക്കുന്നത് ആലോചിച്ചേ. പണ്ടൊക്കെ ടിക്കറ്റ്, നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് അറിയായിരുന്നോ? മറന്നോ? ഇപ്പൊ ചാടി ഇപ്പൊ വീടും കിട്ടിയാ ഇപ്പൊ കുഴപ്പമില്ല. എന്നോട് കാണിക്കല്ലേ എന്റെ അമ്മാനെ കയറി പിടിച്ച് പഴം കയറി തിന്നാ ജീവിച്ച് പോവുകയും ചെയ്യാം. വാടാ അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിക്കാനാണ് വന്നത്. എന്തോരാളെ ഇപ്പൊ കൂടിയത് ഇവിടെ. എനിക്ക് വേറൊന്നും ഇല്ലടാ, ഇവർക്ക് ഗ്യാങ് ഹൗസിൽ ഇവര് വള്ളി തൂങ്ങി കാട്ടിലെന്തോ ജീവിക്കുന്നതൊക്കെ പറ. സത്യോടെ ചോദിക്കാൻ വന്നേ. ആ അത് പറഞ്ഞത് വാടകീടാന്ന് പറഞ്ഞു ബ്രോ, വാടകീടാന്ന് പറഞ്ഞു. പിന്നെ ബ്രോ നമ്മളൊരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ സൂ വിസിറ്റിംഗ് ആണ് നമ്മുടെ പ്ലാനിങ്. അപ്പം നമുക്കൊരു ടിക്കറ്റ് എടുത്താൽ നിങ്ങളുടെ ഗ്യാങ് ഹൗസിലോട്ട് വന്നോട്ടെ. ഐവിസൈഡി ഇവിടെ ഒന്ന് കൃത്യമായിട്ട് ഐവിസൈഡി എവിടെ പറ, കൃത്യമായിട്ട് അല്ല മൊത്തം പറട്ടെ. ഐവിസൈഡി എവിടെ ബ്രോ? പറഞ്ഞു കേൾവിയുള്ളൂ, എനിക്ക് അപ്പൊ നമുക്കിങ്ങനെ പറഞ്ഞുള്ള കേൾവി ഉണ്ട് ബ്രോ. അല്ലല്ല, സൂവിന്റെ എത്ര ഡിമാൻഡ് ഒന്നും ഇല്ലടാ വേറെ എവിടെ. അതല്ല, ഇവർക്ക് സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ട്. സിംഹാളിലാണ് ഡിമാൻഡ്. അത് ഇവരാണെന്ന് തോന്നുന്നു. ഇവരാണ് ആ മുടിയൊന്നും വെച്ചടാ. ഹെൽമെറ്റ് ഒന്ന് ഓടിക്കാൻ എടാ. വാലൊക്കെ നിക്കറിനുള്ളിൽ ചുറ്റിയാ പോലെടാ. കാലഘട്ടം വാളില്ല. ഗുണാക്കേവ് ആണല്ലോടാ, ഗുണാക്കേവ്. ഇതെന്താടാ ചിദംബരം കാണല്ലേ ഏട്ടാ. പുള്ളി മഞ്ഞുമൽ എടുത്തു കളയാം പിന്നെ വെച്ചു. നമുക്കറിയാവുന്നവരല്ലേ ബ്രോ. ബ്രോയ്ക്ക് ഇങ്ങനെ ചിദംബരം എന്നൊക്കെ പറയുമ്പോ ദിഗംബരൻ ചിദംബരൻ എല്ലാം നമുക്കറിയാവുന്ന ആൾക്കാരാണ് ബ്രോ. നമുക്ക് നിന്നെ എന്തിനാണ് ബോധിപ്പിക്കുന്നേ? നമ്മളെ മാനിട്ട് മനുഷ്യന്മാർ ലോകം കണ്ടതുപോലെ എന്തായാലും കുരങ്ങന്മാർ കണ്ടിട്ടില്ല, മനസ്സിലായി? അതാണ് ബ്രോയ്ക്ക് അറിയാത്തവരെയൊന്നും, മനസ്സിലായോ? പോയി വള്ളിയിൽ തൂങ്ങി നടന്നു. ഹെൽമെറ്റ് അതേപോലെ വെച്ചോ, ചിരിക്കാൻ വയ്യ മുടിയേ. അതേപോലെ എടുത്ത് വെക്കാക്കി തന്നെ ഉപകാരമായിരുന്നു. തൊലിക്കെട്ടി വെക്കണം. ഇത് ഇവിടെ ഉച്ചോട്ടെ ഇവർ ഇത് തന്നെ പണി. ഞാൻ ഇടയ്ക്കിടെ കൊടുക്കും. സേഫ് സോൺ ട്രഗർ കേട്ടോടാ. നൈസായിട്ട് ഇടിക്കടാ.
സേഫ് സോൺ ട്രിഗർ ആവല്ലേ ഞാൻ TDM. ഓസ്ട്രേലിയ അങ്ങനത്തെ പറഞ്ഞല്ലോ. ഓസ്ട്രേലിയയിൽ ഒരു വീടുണ്ടോ അവിടെ ഉള്ളവർ നിന്നൊക്കെ വാരിപ്പറക്കി കൊറോണ തല്ലി. അത് നിനക്ക് ഇതാണ് കാരണം മനസ്സിലായത്. നമുക്കല്ല നിനക്ക് കുറച്ച് Reset 30 ന്റെ full form എന്താ ബ്രോ? Zodiac 30. അല്ല ബ്രോ സ്റ്റൈല് പേരുണ്ട്. സ്റ്റൈൽ എന്തായാലും ചന്തിയില് തീട്ടം പറ്റിയൊക്കെയാണെങ്കിൽ കൂൾ ഗ്ലാസ് വെക്കുന്നതിന് കുറവില്ല. അതേ കണക്കാ. എന്തേലും പറയാനെന്ന് പറ. ഇതിപ്പോ സോഡിയാക് 32 നോക്കാം, സൂ 32 നോക്കാം, എല്ലാം ഒന്ന് തന്നെയല്ലേടാ. സൂ30 കറക്റ്റ് കേട്ടാ. നിങ്ങളെങ്ങനെയാണ് ഇത്ര മാച്ചിങ് ആയിട്ട് പേരെടുത്തത്? കറക്റ്റ് കേട്ടാ. ഇനി വാർക്കൂല. സേഫ് സോണിന്റെ വാർണിംഗ് ഒന്നും ഇനി വാർക്കത്തില്ല. നമ്മളെ എന്താണ് നമുക്ക് നമ്മൾ കൊടുക്കേണ്ട പണം അവന്റെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊരങ്ങനെ പറയുമ്പോ നിനക്ക് കൊള്ളുന്നേടാ. നിനക്കെന്ത് തോന്നുന്നുണ്ടോ കൊരങ്ങനെ പറയുമ്പോ? നിനക്ക് ഇത്ര വേദന? മനസ്സിലാവണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞതാ കൊരങ്ങല് വെക്കേണ്ട. ലാസ്റ്റ് വാണിംഗ് ഇട്ടാ. കിക്കോടാ നീലെ കിക്കോടാ ലാസ്റ്റ് വാണിംഗ് ഇട്ട്. ലാസ്റ്റ് വാണിംഗ് ഇട്ടോ. ഈ ജൂഡ് മുള്ളൊക്കെ എന്നെ മനസ്സിലായോ? ജോഡിന് നിന്റെ ശബ്ദം എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെ മനസ്സിലായില്ല ശബ്ദം? നീലു സെയിം എന്റെ നെറ്റ് ഞാനെങ്കിൽ പോയി മനസ്സിലായി. തിരിച്ചു വന്നപ്പം ഇവിടെ ഇവിടെ നമ്മളെ വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കാവാ. ഞാൻ സംസാരിക്കാതിരിക്കണ്ട. എന്തിനും പറയുന്ന പരക്കൊല്ലം കിട്ടും കൈ പിടിച്ചോണ്ടിരിക്കാം. അവ ഇനി ഇവിടെ നിൽക്കും കണ്ടോ. കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ചവക പോയി കൊച്ചിയിലെ കൊച്ചരയിൽ കോടി കുത്തിപ്പോയി. ഹലോ ഞാൻ ചെറിയ പരിപാടിയിലാ. വള്ളിയാ പറയാം. കുറച്ചും കൂടെ കിട്ടും മറ്റേ സാധനം നേരത്തെ. ലോല എത്ര വേഗം അതല്ലല്ലയാ. വട്ടത്തി ഊക്ക് മേടിച്ച് പിണ്ടാണ്ടൊരു മൂലക്ക് പോയിരിക്കുന്നുണ്ടാ. വട്ടത്തിന് വളഞ്ഞ് ഊക്ക് മേടിച്ച് പിണ്ടാതെ പോയിരിക്കുന്നുണ്ടാ. അടി കിട്ടുമെന്ന് അറിയില്ല. എടാ വാറടിക്കുന്ന ഗ്യാങ്ങുകളല്ലാണ് TDM കളിക്കുന്നത്. ഇതെന്താ അതൊക്കെ ഉണ്ടടാ. എനിക്ക് തോന്നുന്നു ഇന്ന് CM കൂൾ ഡൗൺ ആണെന്ന് തോന്നുന്നു. CM പിടിച്ച് വലിയ ബാബുകളെ എന്റെ പൊന്നെ